നാരായണ 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 നാരായണ. ശ്രീ ഗുരുവായൂരപ്പ. ഓം ശ്രീമദ് ഭഗവത്ഗീത. നമുക്ക് ഭഗവാൻ തരുന്നതായിട്ടുള്ള ഉപദേശങ്ങളെയാണ് ഗീതം എന്ന പേരിൽ പറയാം. സകലവിധ ഈ അറിവുകളും തരുന്നത് വേദം വ്യാഖ്യാനിക്കപ്പെട്ടിട്ടോ വേദത്തിൻ്റെ സാരമോ വേദമോ ആണ്. വേദം വന്നത് ഭഗവാനിൽ നിന്നാണ്, പറഞ്ഞത് മഹാദേവനാണ്, പാർവതിക്ക് വേണ്ടിയിട്ടാണ്, ഭഗവാന്റെ ഇച്ഛയാണ്, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ആഗതം ശിവഭക്തേഭ്യ ഗതം തു ഗിരിജാമുഖേ മതം ഹി വാസുദേവസ്യ തസ്മാത് ആഗമ ഉച്യതേ. ഭഗവാന്റെ വാക്കുകളെ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് മഹാദേവൻ പാർവതിയോട് പറഞ്ഞു. പാർവതി അത് ഹിമവാനോട് പറഞ്ഞു എന്ന് ദേവി ഭാഗവതം. നമുക്ക് കിട്ടുന്നത് പാർവതിയിൽ നിന്നും എല്ലാവർക്കുമായിട്ട് ദേവീ ഗീത എന്ന നിലയ്ക്ക് കിട്ടണം. ഇനി ഗുരുപരമ്പര പറയുമ്പോൾ സദാശിവസമുദ്ഭൂതാം ശങ്കരാചാര്യമധ്യമാം അസ്മദ് ആചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അതായത് സദാശിവനിൽ നിന്നും വന്നു എന്നാണ് പറയാറ്. അത് നാരായണ സമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദ് ആചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം, ഇങ്ങനെയും പറയാറുണ്ട്. പറഞ്ഞു വന്നത്രേ ഉള്ളൂ. ഭഗവാനിൽ നിന്നും വന്നതാണ് ഈ അറിവുകൾ മുഴുവൻ. ശ്രീമദ് ഭഗവത്ഗീതയിലെ 4-ാമത്തെ അധ്യായം ജ്ഞാനകർമ്മ സന്യാസ യോഗം. ജ്ഞാനത്തെയും കർമ്മത്തെയും ഉപേക്ഷിക്കൽ. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മവിദ്യ, സീത. ഞാനെപ്പോഴും അതേ പറയൂ. കർമ്മം എന്നത് ലക്ഷ്മണൻ, രാമൻ എന്നത് ഞാൻ. ഇതെല്ലാവരും ഉറപ്പിക്കാം. ഭഗവാൻ പറയാണ്, ഇമം വിവസ്വതേ യോഗം പ്രോക്തവാൻ അഹം അവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുഹു ഇക്ഷ്വാകവേ ബ്രവീത്. ഇങ്ങനെയാണ് ഈ അറിവ് വന്നത് എന്നാണ്. ഈ യോഗം എന്നുള്ളത് അപ്രാപ്യസ്യ പ്രാപ്യതേ ഇതി യോഗ, യോജിപ്പിക്കലാണ്. ഇപ്പോൾ ഈ ദേഹത്തിലിരുന്നു കൊണ്ട് ഈ ജീവനെ പരമാത്മാവിൽ യോജിപ്പിക്കാൻ സാധിക്കില്ല. പക്ഷേ കർമ്മങ്ങളെ കൊണ്ട് യോജിപ്പിച്ചതായിട്ട് നാം ഭാവിക്കാറുണ്ട്, സങ്കല്പിക്കാറുണ്ട്. അതാണ് യോഗം. അപ്പോൾ ഈ യോഗം പണ്ട് വിവസ്വാൻ എന്ന സൂര്യന് ഞാൻ പറഞ്ഞു. അത് കേട്ടു സൂര്യൻ വൈവസ്വത മനുവിന് പറഞ്ഞു കൊടുത്തു. മനു ഇക്ഷ്വാകുവിന് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊരു അത്ഭുതമായില്ലോ എന്ന് തോന്നിയ അർജുനൻ അതാണ്. അപ്പോൾ ഈ പരമ്പര ജ്ഞാനത്തെ ഇങ്ങനെ കേട്ട് പറഞ്ഞു കൊടുത്ത് കർണേ കർണികയ എന്നാണ് പറയുക അതിന്. എന്തായാലും ഇത് ഞാൻ പറഞ്ഞ പ്രകാരത്തിൽ അല്ലാണ്ടേ ആയിട്ട് മാറിയിരിക്കണു, കുറച്ചൊരു പാഖണ്ഡം വന്നിരിക്കണു. ഇതാണ് ആ യോഗം നഷ്ടപ്പെട്ടു പോയി. എന്നിലെത്താനുള്ള മാർഗത്തെ ഞാൻ പറഞ്ഞു തന്നത് ആ ജ്ഞാനം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എൻ്റെ ഭക്തനായിട്ടുള്ള, സഖാവായിട്ടുള്ള, സ്നേഹിതനായിട്ടുള്ള, അല്ലെങ്കിൽ വിഭൂതിയോഗത്തിൽ ഭഗവാൻ പറയേണ്ടത് നീ ഞാൻ തന്നെയാണ്. അതുപോലെ ഒരു തുല്യത ഒക്കെ പറയണ്ടേ. പണ്ട് ഉള്ളതായിട്ടുള്ള ഈ യോഗത്തെ ഞാനിതാ ഇപ്പോൾ നിന്നോട് പറയണു. കാരണം ഇത് നിന്നിലൂടെ മറ്റുള്ളവർക്ക് പരത്താൻ വേണ്ടിയിട്ടല്ല. ഞാനിപ്പോൾ പറഞ്ഞത് നീ കേട്ടത് മറ്റുള്ളവരാൽ ഗ്രഹിക്കപ്പെടും. കാരണം ഇത് ഭാരതത്തിലുള്ളതാണ്, ഇതിഹാസത്തിലുള്ളതാണ്. അത് എല്ലാവരും ഏറ്റെടുക്കും. എൻ്റെ വാക്ക് എന്നും നിലനിൽക്കും. അപ്പോൾ
അർജുനൻ ചോദിക്കുകയാണ്, അങ്ങ് ഇപ്പോഴല്ലേ ജനിച്ചുള്ളൂ, ഞാനും ഇപ്പോഴാണ് ജനിച്ചത്. അങ്ങ് പണ്ടിത് ആരോട് പറഞ്ഞു? സൂര്യനോട് പറഞ്ഞു, മനുവിനോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞില്ലേ? ഇതെന്താ അതിങ്ങനെ? അതിൻ്റെ ഒരു കാലവ്യത്യാസം ഉണ്ടല്ലോ. അത് എങ്ങനെയാണ്, എപ്പോഴാണ് സൂര്യൻ ഉപദേശിച്ചത്? സൂര്യൻ സൃഷ്ടിയുടെ ആരംഭത്തിലുള്ളതാണ്, അങ്ങാണെങ്കിൽ ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് അർജുനൻ അറിയാഞ്ഞിട്ടല്ലോ. അർജുനൻ ഭഗവാന്റെ ഭഗവത്വത്തെ മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ അല്ലയോ കൃഷ്ണ എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ ആ സമയത്ത് യുദ്ധം ആരംഭിക്കുന്നതിന് മുന്നേ ആയിട്ട് ഭഗവാന്റെ കാല് പിടിച്ചത്. അപ്പോൾ അറിയാഞ്ഞിട്ടല്ല, ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളോട് ഇത് അർജുനൻ കേട്ടു എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അർജുനനായിട്ടുള്ള നമ്മൾ നിർമ്മലചിത്തരായിട്ട് ഇരിക്കുന്നവർക്ക് ഗീത കേൾക്കാൻ തന്നെ സാധിക്കുള്ളൂ, അതിനെ വ്യാഖ്യാനിക്കാനും പറ്റുള്ളൂ. അപ്പോൾ അർജുനൻ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ, നമുക്ക് രണ്ടുപേർക്കും അനവധി ജന്മം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ നീ അത് അറിയുന്നില്ല, ഞാനത് അറിയുന്നു. ഇത്രയേ വ്യത്യാസമുള്ളൂ. നരനും നാരായണനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ജന്മമില്ല, കർമ്മമില്ല എനിക്ക്, എങ്കിലും ഞാൻ അവതരിക്കുന്നുണ്ട്, ലീലയാ പലതും ചെയ്യുന്നുമുണ്ട്. എന്നെ പ്രാരബ്ധം ബാധിക്കില്ല, നിങ്ങൾക്ക് പ്രാരബ്ധം ബാധിക്കും. ഇതാണ് വ്യത്യാസം. ജീവജാലങ്ങൾക്ക് ഈശ്വരനായിട്ടുള്ള ഞാൻ പ്രകൃതിയിലെ പലതിനെയും സ്വീകരിച്ച്, അല്ലെങ്കിൽ മുഴുവൻ ഞാൻ അതിൻ്റെ അംശങ്ങളെ സ്വീകരിച്ച് സ്വേച്ഛോപാത്ത വപുവായിട്ടാണ് വന്നത്. അതിൽ കൃഷ്ണനോട് പറഞ്ഞിട്ടില്ല ഞാൻ പരിപൂർണതമനാണ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഭഗവാൻ മറ്റൊരു വാക്യം പറഞ്ഞു, അജനാണ് എങ്കിലും യഥാ ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എപ്പോഴൊക്കെയാണോ ധർമ്മത്തിന് ക്ഷയമുണ്ടാകുന്നത്, അധർമ്മത്തിന് വളർച്ചയുണ്ടാകുന്നത്, അപ്പോൾ ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു സ്വരൂപത്തിൽ അവിടെ വരും. സജ്ജനങ്ങളെ രക്ഷിക്കും, ദുഷ്ടരെ നശിപ്പിക്കും, ദുഷ്ടത ഇല്ലാണ്ടാക്കും, ധർമ്മത്തെ പുനഃസ്ഥാപിക്കും. യുഗം തോറും ഇത് സംഭവിച്ചു കൊണ്ടേയിരിക്കും. കലിയുഗത്തിൽ അവതാരമില്ല എന്നേ ഉള്ളൂ. പക്ഷേ സാത്വികത ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ പല അവതാര സ്വരൂപമല്ലാതെ കൊണ്ട് തന്നെ, അംശങ്ങളെ കൊണ്ട് തന്നെ പലതും ഭഗവാനാൽ ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ കലിയുഗത്തിലും ഇപ്പോഴും നമുക്കറിയാം പലതും. നമ്മളതിനെ അംഗീകരിക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതാണെന്ന് അംഗീകരിക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ. ലിംഗഭേദം പോലും ഭഗവാനില്ല. അത് ദേവഭാവത്തിലാവാം, മർത്യഭാവത്തിലാവാം, തിര്യഗ്ഭാവത്തിലാവാം, വൃക്ഷഭാവത്തിലാവാം, ചേതന ഇല്ലാത്തതായിട്ടുള്ള കല്ല് തുടങ്ങിയ, കല്ലോ മണ്ണോ നദിയോ സമുദ്രമോ പർവ്വതോ എന്താ ചാവാം, ഒക്കെ നമുക്ക് പറയാം. ഗംഗാനദിയെ ആ രീതിയിൽ കാണുന്നു. പല പല അതിവിശിഷ്ടമായിട്ടുള്ള ക്ഷേത്രങ്ങളെ നമ്മൾ ആ രീതിയിൽ കാണുന്നു. തീർത്ഥക്ഷേത്രങ്ങളെ ആ രീതിയിൽ കാണുന്നു. ഇതൊക്കെ പണ്ടുമുണ്ട്, ഇപ്പോഴും ഉണ്ട്. ചൈതന്യത്തിൻ്റെ വർധനവും നമ്മൾ അനുഭവിക്കുന്നു. എത്രയോ മനുഷ്യന്മാർ, ചില ജീവികൾ ആകർഷിക്കപ്പെടുന്നു. ഗുരുവായൂർ കേശവൻ്റെ ആനയായിരുന്നിട്ടും കഥ നമുക്ക് പലതും അറിയാലോ. അപ്പോൾ ഇന്നതെന്ന് പറയൊന്നും വേണ്ട, നമുക്കെല്ലാവർക്കും അറിയാം, പലതും അറിയാം. ചിലതിനെ അംഗീകരിക്കുന്നില്ല ചിലവർ, അത്രയേ ഉള്ളൂ. നമ്മിലുള്ള ഈശ്വരഭാവത്തെ നാം തന്നെ പലപ്പോഴും ദുഷ്ടത നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് നമുക്കറിയുകയും ചെയ്യാം. മറ്റുള്ളവരാൽ അത് ചിലപ്പോൾ ശ്ലാഘിക്കപ്പെടുകയും ചെയ്യും. ഇപ്പം നമ്മളും ഈശ്വരാവതാരം തന്നെയാണ്.
നമ്മൾ ഈശ്വരാവതാരമാണ് എന്ന് നമ്മൾ പറഞ്ഞു നടക്കണ്ട. നമ്മൾ സാത്വികത വളർത്താൻ വേണ്ടിയിട്ടും ഈ ദുഷ്ടത ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ തത്സമയത്ത് നമ്മൾ ഈശ്വരന്മാരാണ്. അല്ലാത്ത സമയങ്ങൾ നമ്മൾ മർത്യഭാവത്തിലാണ്. ഭഗവാന്റെ അവതാരങ്ങളെ കർമ്മങ്ങളെയൊക്കെ പുരാണങ്ങളിലൂടെ നമ്മൾ അറിയണു. അതിൽ പലതും സത്യം എന്നേക്കും കാണാൻ വേണ്ടിയിട്ട് ഭഗവാൻ തിരുശേഷിപ്പായിട്ട് പലതും ചെയ്തിട്ടുണ്ട്. നമുക്ക് രാമേശ്വരത്ത് പോയാൽ, അയോധ്യയിൽ പോയാൽ വെള്ളത്തിൻ്റെ അടിയിലുള്ള ദ്വാരക, വ്യാസഗുഹ ഒക്കെ അവതാര പുരുഷന്മാരുടെ ശേഷിപ്പുകളാണ്. ഭൗതികമായിട്ടുള്ള ശേഷിപ്പുകൾ ധാരാളമായിട്ടുണ്ട്. ഇപ്പോൾ പറയുന്ന ഗീതയും വ്യാസനാൽ തന്നതാ, പുരാണങ്ങളൊക്കെ വേദങ്ങളൊക്കെ. യഥാർത്ഥത്തിൽ ഈ ഒരു ഭഗവത്വത്തെ സ്വീകരിച്ച ഒരു ജീവന് പിന്നീട് ഒരു ജന്മം വേണ്ട. അത് ഭഗവാന്റെ ഒരു അനുഗ്രഹം. ജ്ഞാനത്തോടു കൂടിയിട്ട് ഭക്തി ചേർന്ന് കഴിഞ്ഞാൽ ഈ വൈരാഗിക്ക് മുക്തിയാണ്. പിന്നൊരു ജന്മം വേണ്ട. അതിന് തടസ്സമായിട്ട് പലതും ഉണ്ട്. അപ്പോൾ അത് ഈ തടസ്സങ്ങളെ നീക്കാൻ വേണ്ടിയിട്ട് സദ്ഗുരുക്കന്മാരെ ആശ്രയിക്കണം. സാത്വിക ഭാവത്തിൽ നാം എത്തണം. വീതരാഗ ഭയക്രോധ മന്മയ മാമുപാശ്രിതാഹ ബഹവോ ജ്ഞാനതപസ പൂത മത് ഭാവമാഗതാഹ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ. ആഗ്രഹം, ഭയം, കോപം ഇതൊക്കെ ഉപേക്ഷിച്ചതായിട്ടുള്ള ചിത്തം ഭഗവാനിൽ ഉറപ്പിച്ചതായിട്ടുള്ള, എപ്പോഴും ഭഗവത് സ്മരണയോട് കൂടിയിട്ട് ഉപാസന ചെയ്യുന്നതായിട്ടുള്ള, ജ്ഞാനം നേടാൻ വേണ്ടി തപസ് ചെയ്യുന്നതായിട്ടുള്ള, ശുദ്ധ നിർമ്മലയുക്തന്മാരായിട്ടുള്ള, ഭഗവാനുമായിട്ട് സമാധി എന്ന രീതിയിൽ ഏകീഭാവം അത് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്നിലെത്തിയവരുണ്ട്. യേ യഥാ മാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം മമ വർത്തമാനുവർത്തന്തേ മനുഷ്യാ പാർത്ഥ സർവശാം. ആരാണോ എപ്രകാരമാണോ എന്നെ ഭജിക്കുന്നത് അതേപോലെ തന്നെ അവർക്ക് ആവശ്യപ്പെടുന്ന ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. അത് ഇഹസുഖം മാത്രമല്ല, മുക്തി കിട്ടാനുള്ള കാരണമായിട്ട് സ്വർഗസുഖം വേണച്ചാൽ അതും ഞാൻ കൊടുക്കണു. അനുഗ്രഹമായിട്ട്, വരമായിട്ട്. എല്ലാവരും എന്നെ അനുസരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പലരും അനുകരിക്കുന്നുമുണ്ട്. കർമ്മങ്ങളുടെ ഈ ഫലത്തെ ആഗ്രഹിക്കുന്നവരായിട്ട് ഈ ലോകത്തിൽ ഇന്ദ്രാദി ദേവന്മാരെ ആരാധിക്കുന്നവരുണ്ട്. അവർക്ക് സുഖം മാത്രമാണ് ആഗ്രഹം. പക്ഷേ സുഖാഗ്രഹികളായിട്ടുള്ള പലരും സുഖത്തെയല്ല ഇഷ്ടപ്പെടുന്നത്. എന്നിലെത്താനുള്ള ഒരു ഉപായമായിട്ടാണ് ഈ സുഖത്തെ ആഗ്രഹിക്കുന്നത്. മനുഷ്യലോകത്തിൽ കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്ന ഫലം കലികാലത്തിലായതുകൊണ്ട് കുറച്ച് വേഗം കിട്ടുന്ന, എല്ലാ കാലത്തും അതുപോലെ വേഗമാണോ കിട്ടണമെന്ന് അറിയില്ല. ദോഷങ്ങൾ കുറച്ച് മെല്ലെ കിട്ടുള്ളൂ. കലികാലത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഭഗവാനാൽ നിശ്ചയിക്കപ്പെട്ടതാണ് കർമ്മം. അതിനെ വിഭാഗം ചെയ്തു ഭഗവാൻ. പേരങ്ങോട്ട് കേൾക്കുമ്പോഴേക്കും വല്ലാത്ത രീതിയിൽ നമ്മുടെ മനസ്സ് എന്താ അതിങ്ങനെ എന്ന് ചോദിക്കുന്നവരാണ്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്കണ്ട് പരിഭ്രമാവുക. ഒരു പരിഭ്രമവും വേണ്ട. പരമസാത്വികമായിട്ട് പ്രവൃത്തി ആര് ചെയ്യുന്നുവോ അവരൊക്കെ ആ സമയത്ത് ബ്രാഹ്മണരാണ്. ഭരണം തൊട്ടുള്ള കാര്യങ്ങളെ ചെയ്യുന്ന ഭാവമാണ് എങ്കിൽ അത് ബ്രാഹ്മണ ക്ഷത്രിയ ഭാവമാണ്, സാത്വിക രാജസഭാവമാണ്. വസ്തുക്കളെ സംഭരിച്ചുകൊണ്ട് ലോകഹിതത്തിനായിട്ട് എല്ലാവർക്കും വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് എങ്കിൽ, സംഭരിക്കുകയാണ് എങ്കിൽ അത് വൈശ്യഭാവമാണ്.
അത് രജോ ഗുണ തമോ ഗുണത്തോടു കൂടിയിട്ടാണ് വരിക. അതിൽ ലാഭേച്ഛയുണ്ട്. ശൂദ്രഭാവം എന്നുള്ളത് തമോ ഗുണമാണ്. എല്ലാവർക്കും സേവനം ചെയ്യുക എന്നതാണ്. അതിനെ മോശമായിട്ട് കാണുകയും അരുത്. സേവനം എന്നതില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പോലും സാധിക്കില്ല. സേവനം ബ്രാഹ്മണൻ ചെയ്യുന്നില്ലേ? എത്രയെല്ലാം തരത്തിൽപ്പെട്ടതായിട്ടുള്ള സേവനത്തെ ബ്രാഹ്മണൻ ചെയ്യുന്നു. കാറ്റഗറി തിരിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അറിയില്ല. ഈ മതത്തിൻ്റെ നാനാത്വം ഉണ്ടാക്കിയത് ആര് എന്ന് ചോദിച്ചാൽ അറിയില്ല. അതൊന്നും ഭഗവാൻ ഉണ്ടാക്കിയതല്ല. ഇതിനെ ഭഗവാൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ നിരസിക്കുന്നവർക്ക് ഭഗവാൻ എന്താ അറിയില്ല, ഭഗവാൻ ആരാ അറിയില്ല, ഭഗവത്വം എന്താ അറിയില്ല, അത്രയേ ഉള്ളൂ. ഭഗവാന്റെ ആ ഒരു ഇഷ്ടപ്രകാരത്തിൽ ഇങ്ങനൊരു മതം വരികയേയില്ല. ഭഗവാന് മതം എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ അഭിമതം എന്നാണ്. ലോകത്തിന് ഹിതകരമായത് മാത്രമേ മതമായിട്ട് വരാവൂ. അഹിതമായിട്ട് വരുന്നവർക്കൊക്കെ ശിക്ഷാവിധിയുണ്ട്. ഇതിലേറ്റവും എനിക്കിഷ്ടപ്പെട്ടതായിട്ടുള്ളൊരു രംഗം, വിശ്വാമിത്രൻ രാത്രിയിൽ ആഹാരം കിട്ടാതെ കണ്ട് ഒരു നായയെ വേവിച്ച് തിന്നുന്ന അങ്ങനെ ഒരു കാട്ടാള വിഭാഗമുണ്ട്. അവരുടെ ഗൃഹത്തിൽ രാത്രി നിശീത സമയം കഴിഞ്ഞിട്ട് നായമാംസം കട്ടെടുത്ത് തിന്നുമ്പോൾ വിശ്വാമിത്രനാണ് എന്ന് മനസ്സിലാക്കിയ ആ ഗൃഹനാഥൻ കാട്ടാളൻ പറയുന്നുണ്ട്, എൻ്റെ കുലത്തിൽ നിന്നും അങ്ങ് എന്നെ ഭ്രഷ്ടനാക്കരുത്. എന്താ കാരണം അറിയോ? ഒരു ബ്രാഹ്മണന് ഞാൻ എൻ്റെ ഗൃഹത്തിലെ നായയെ വേവിച്ചതായിട്ടുള്ള മാംസത്തെ കൊടുത്തു. അത് ഞങ്ങളുടെ സമുദായ പ്രകാരം അത് തെറ്റാണ്. ധാർമ്മികത എങ്ങനെ നിൽക്കണു എന്ന് കണ്ടാൽ മതി. അതിന് പറഞ്ഞ മറുപടി, ത്രികാലജ്ഞാനിയായിട്ടുള്ള വസിഷ്ഠ തുല്യനായിട്ടുള്ള വിശ്വാമിത്ര ഋഷി, വിശ്വാമിത്രൻ എന്നതിൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ അതാ. വിശ്വത്തെ മിത്രമായിട്ട് കാണുന്നു. വിശ്വം ഈ മഹർഷിയെ മിത്രമായിട്ട് കാണുന്നു, രക്ഷാകർത്താവായിട്ട് കാണുന്നു. എല്ലാ ദയയും ചെയ്യുന്ന ഭാവത്തിൽ കാണുന്നു. എന്താ പറഞ്ഞത്? ആപദ്ധർമ്മം. എന്താ ആപത്ത്? ദേഹത്തിന് ഇവിടെ ആപത്തുള്ളൂ. വിശ്വാമിത്രൻ്റെ ദേഹത്തിന് മാത്രമേ ആപത്തുള്ളൂ. വിശ്വാമിത്രൻ്റെ ദേഹം രക്ഷിക്കാൻ വേണ്ടിയിട്ട് കട്ടെടുക്കുന്നത് കാട്ടാളൻ്റെ ഒന്നുമില്ലാത്തതായിട്ടുള്ളൊരു ഗൃഹനാഥൻ്റെ അകത്ത് നിന്ന് അർഹതയില്ലാത്ത ആഹാരം, നായയെ വേവിച്ചത്, അതും പഴകിയത്, കട്ട് തിന്നണു. ദേഹസംരക്ഷണം. 100 കൊല്ലം ജീവിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എടുത്തു. നിനക്കും കുറ്റമില്ല, എനിക്കും കുറ്റമില്ല. പിന്നീട് പറയുന്നതാണ് ആരാണ് വിശ്വാമിത്രൻ എന്ന് മനസ്സിലാവുക. ഇതിനെല്ലാം കാരണം ഇന്ദ്രൻ മഴ പെയ്യിക്കാത്തതാണ്. ഇതാണ് പറഞ്ഞതോടു കൂടിയിട്ട് മഴ കോരിച്ചൊരിഞ്ഞു. സേവനമാണ് അവിടെ ചെയ്തത്. വിശ്വാമിത്രൻ്റെ സേവനം ശൂദ്രഭാവത്തിലാണ്. അതിനെ പക്ഷെ നമ്മൾ ശൂദ്രഭാവത്തിൽ കാണാറില്ല. അതാണ്. അതെങ്ങനെയാണ് ശൂദ്രാവുക? ആ വാക്കിൻ്റെ അർത്ഥം നമ്മൾക്കൊരു മുൻവിധിയോട് കൂടിയിട്ട് നമ്മൾ കൽപ്പിച്ചിട്ടുണ്ട്. ആ കൽപ്പന തെറ്റേ. നമ്മൾ നല്ല പഞ്ചാര പായസമൊക്കെ കഴിച്ചിട്ട് കിണ്ണം മോറാതെ കണ്ട് രാവിലെ പഞ്ചാര പായസം കഴിച്ചു പ്രസാദമായിട്ട്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് അതിൽ തന്നെ ചോറും കൂട്ടാനും വിളമ്പി കഴിഞ്ഞാൽ ആരും കഴിക്കില്ല. അത് നല്ലോണം മോറി വെച്ച് ശുദ്ധാക്കിയതിൻ്റെ ശേഷം തന്നെ ഉച്ചയ്ക്ക് ആ പാത്രത്തിൽ വിളമ്പാറുള്ളൂ. ഇലയായാലും ശരി, പാത്രമായാലും ശരി. അവിടെ ശൂദ്രഭാവ അങ്ങനെ കണക്കാക്കാതെ കണ്ട് ഈ കുലം എന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരിടം ധരിച്ചിട്ട് തെറ്റിദ്ധരിക്കുകയാണ്. ചെയ്യാൻ പാടില്ല അത്. എന്നാലും ഒരു വ്യവസ്ഥ വേണമെന്നതും സത്യമാണ്.
ഒരു സ്ഥായി ഭാവം വേണം എന്നതും സത്യമാണ്. അതിൻ്റെ പ്രയോഗിക്കൽ, അധികാരഭാവം, അപകർഷതാബോധം, ഇതൊക്കെ വല്ലാതെ ഒരു സാത്വിക ഭാവത്തിന് നിലനിൽക്കുന്നതിന് കുറച്ചൊരു നഷ്ടം വന്നിട്ടുണ്ട്. അത് വരാതിരിക്കാൻ നമ്മളെല്ലാവരും ഒന്ന് മനസ്സിരുത്തണം. തുല്യതയുണ്ട്. യദ്യപി തുല്യദർശനാത് ഭഗവാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തുല്യദർശനായിട്ടുള്ള ഭഗവാൻ പൃഷ്ഠഭാഗം അധർമ്മമായിട്ട് ഭഗവാന്റെ ആ ദേഹവർണ്ണന, വിരാട് രൂപവർണ്ണന പറയുമ്പോൾ പറയുന്നുണ്ട്, പിൻഭാഗം അധർമ്മമാണ്, സ്തനം ധർമ്മമാണ്, പ്രത്യേകം പറയുന്നുണ്ട്. വിളക്കാണ് സൂര്യചന്ദ്രന്മാരെ കണ്ണുകൾ. ഭഗവാൻ മുക്കണ്ണനാണ്. മഹാദേവൻ മാത്രമല്ല മുക്കണ്ണൻ, മുൻവിധിയാണത്. ഭഗവാന് മൂന്നാമത് കണ്ണുണ്ട്, അഗ്നിഭാവമാണ്. നമ്മൾ കൽപ്പിച്ചു കൂട്ടുക വ്യത്യാസം 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 എന്ന്. തന്ത്രിമാരൊക്കെ വല്ലാണ്ട് കലശലായിട്ട് തന്നെ പറയും, രണ്ടേ ഉള്ളൂ, രണ്ടല്ല മൂന്നുണ്ടേ, പറഞ്ഞാലും ഒരബദ്ധമില്ല. അത് പാഖണ്ഡല്ല, അയാൾക്കൊന്നും അറിയില്ല, പറഞ്ഞിട്ട് കാര്യമില്ല, പറയണ ആൾക്കറിയാത്തത്, അത്ര ഉറപ്പാ. സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ മനസ്സിലാവും. അങ്ങനെ വേണം എടുക്കാനായിട്ട്. യഥാർത്ഥത്തിലുള്ള ജ്ഞാനം എന്ത് എന്നുള്ളത് ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. അറിയാൻ ശ്രമിക്കണം. കഷ്ടപ്പെട്ട് അറിഞ്ഞാൽ തന്നെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല. അപ്പോൾ കർമ്മങ്ങൾ ചെയ്യുന്നത് ഇവിടെ ബന്ധിപ്പിക്കാനല്ല, ബന്ധനത്തിൽ നിന്നും മോചനം നേടാനാണ് എന്നറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ വർണ്ണാശ്രമധർമ്മങ്ങളെ ഉണ്ടാക്കിയത്. ഇതാരാണോ അറിയുന്നത് അയാൾ ഇവിടെ ബദ്ധനാവില്ല, മുക്തനായിട്ട് സഞ്ചരിക്കും. അതിന് ഈ അധ്യായത്തിൻ്റെ 14 ശ്ലോകം ഇനി പറഞ്ഞു. ബാക്കിയുള്ളത് 15-ാമത്തെ ശ്ലോകം മുതൽ അടുത്തതിൽ പറയാം. ഇപ്പോൾ ഗീതയിൽ ജ്ഞാനകർമ്മ സന്യാസയോഗത്തിൽ 1-ാമത്തെ ശ്ലോകം മുതൽ 14-ാമത്തെ ശ്ലോകത്തിൻ്റെ കുറച്ച് മനസ്സിലാക്കിയതിനെയാണ് പറഞ്ഞത്. ഇതിൻ്റെ ബാക്കിയുള്ളത് നാളെ പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ നാരായണ നാരായണ.